ഇന്നത്തെ വചനചിന്ത, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. 1100 ആണ്ടിൽ മരിച്ച ഒരു ബിഷപ്പിൻ്റെ കല്ലറയിൽ എഴുതി വച്ചിട്ടുള്ള വാചകങ്ങളാണിത്. ഞാനൊരു യുവാവും സ്വതന്ത്ര ജീവിതവും നയിച്ചിരുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ലോകത്ത് മുഴുവനും മാറ്റുക എന്നതായിരുന്നു. എന്നാൽ കുറച്ചുകൂടെ ജീവിച്ച് അല്പം ജ്ഞാനമൊക്കെ പ്രാപിച്ചപ്പോൾ ലോകത്തെ മാറ്റുന്നതിന് പകരം എൻ്റെ രാജ്യത്തെ മാറ്റുവാൻ പരിശ്രമം തുടങ്ങി. കുറച്ചുകൂടെ പ്രായമായി വിവേകം വന്നപ്പോൾ എൻ്റെ രാജ്യത്തെ മാറ്റുവാൻ സാധ്യമല്ല. എൻ്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും എൻ്റെ ചുറ്റുമുള്ളവരെയും മാറ്റുവാൻ ഞാൻ പരിശ്രമം തുടങ്ങി. എന്നാൽ എൻ്റെ മരണക്കിടക്കയിൽ എനിക്ക് മനസ്സിലായി, ഈ ലോകത്തെയും എൻ്റെ രാജ്യത്തെയും എൻ്റെ ചുറ്റുമുള്ളവരെയും എനിക്ക് മാറ്റുവാൻ സാധ്യമല്ല. ഞാൻ മാറ്റേണ്ടിയിരുന്നത് എന്നെ തന്നെയായിരുന്നു. ആദ്യമേ ഞാൻ എന്നെ തന്നെ മാറ്റുവാൻ പരിശ്രമിച്ചുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ചുറ്റുമുള്ളവരെയും എൻ്റെ രാജ്യത്തുള്ളവരെയും അല്ല, ഒരുപക്ഷെ ഈ ലോകത്തെയും മാറ്റുവാൻ സാധിക്കുമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതം മെച്ചമുള്ളതാക്കുവാൻ ഈ ലോകം മുഴുവൻ ഒരിക്കൽ മാറുമെന്നാണ്. നമ്മെ ഉപദ്രവിക്കുന്നവരും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവരും പ്രവൃത്തികൾ കൊണ്ട് വേദനിപ്പിക്കുന്നവരുമൊക്കെ നമ്മെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം മാറ്റുമെന്ന് നാം ആഗ്രഹിച്ചു പോകുന്നു. എന്നാൽ ശേഷമേ മനസ്സിലാകൂ, മനുഷ്യർ അവരുടെ സ്വഭാവത്തിൽ നിന്ന് മാറുകയില്ല. അവരുടെ വാക്കുകളുടെ മൂർച്ച കുറയുകയോ അവരുടെ മനോഭാവത്തിൽ നിന്ന് മാറ്റം വരുത്തുകയോ ചെയ്യുകയില്ല. അവർ അവരുടെ ചിന്തകൾ ചിന്തിച്ച് അതേ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ സമീപനം മാറിയിട്ട് താങ്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുമെന്ന് കരുതിയിരിക്കരുത്. അവരുടെ ചിന്തകളെ മാറ്റുവാൻ അവരുടെ പുറകെ പോവുകയും അരുത്. അവരെ ദൈവം മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ. ദൈവം ഒരു മാറ്റം കൊടുക്കട്ടെ. ദൈവം ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കണം. പക്ഷേ അവരുടെ മാറ്റത്തിനായി കാത്തിരിക്കരുത്. ദൈവം താങ്കൾക്ക് ജീവിക്കുവാൻ ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. ദൈവത്തെ മുൻനിർത്തി ദൈവിക വാക്കുകൾ കേട്ട് ദൈവത്തെ മാത്രം അനുസരിച്ച് പോകുന്നൊരു ജീവിതം മാറുന്നവർ സമയമാകുമ്പോൾ മാറി താങ്കളോട് അടുത്തുകൊള്ളും. അതുവരെ ആർക്കും വേണ്ടി കാത്തിരിക്കാതെ ദൈവിക വാക്കുകളെ അനുദിനം ശ്രദ്ധയോടെ കേൾക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് നമുക്ക് വേണ്ടത്. ഈ യാത്രയിൽ ഇന്ന് കൂടെ നിന്നവർ പെട്ടെന്ന് അവരുടെ മനോഭാവങ്ങൾ കടുപ്പിച്ച് മാറിപ്പോകും. അവർക്ക് ലഭിച്ച മറ്റൊന്നിലേക്ക് അവർ മനസാക്ഷിയില്ലാതെ കടന്നുപോകും. അവർ അവരുടെ സുരക്ഷ മാത്രമേ നോക്കുകയുള്ളൂ. അതുവരെ താങ്കളുടെ കൂടെ ചേർന്ന് നിൽക്കും. ഒരു വഴി തുറന്നു കാണുമ്പോൾ അതിലൂടെ ഓടി മറയുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ആ മാറ്റങ്ങളെല്ലാം സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കണം. അവർ മാറിയാലും മാറാത്ത ദൈവം താങ്കളുടെ കൂടെയുണ്ട്. ആ ദൈവത്തിലാണ് താങ്കൾ സുരക്ഷിതനാകുന്നത്. മാറ്റം താങ്കളിൽ ആരംഭിക്കട്ടെ. താങ്കളിൽ മാറ്റമുണ്ടാകുമ്പോൾ ആ മാറ്റം പടരുന്നതാണ്. അത് ലോകത്തെ തന്നെ പിടിച്ചെടുക്കുവാൻ പര്യാപ്തമാണ്. എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു സമയമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിയുവാൻ ഒരു കാലം, കരയുവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, കീറുവാനൊരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വിളിച്ചു പറയുന്നു, ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ഇത് ദുഷ്കാലമാണ്, ഒരു വല്ലാത്തൊരു കാലമാണ്. ആകയാൽ സമയം നഷ്ടപ്പെടുത്താതെ കർത്താവിനായി അധികാര്യം ചെയ്യുവാൻ, നാം സമയം പാഴാക്കാതെ ദൈവത്തിനായി സൽപ്രവർത്തികൾ ചെയ്യുവാൻ തയ്യാറായ, ദൈവിക കാര്യങ്ങൾ ദൈവിക നിയോഗമനുസരിച്ച് പ്രവർത്തിപ്പാൻ തയ്യാറായ നാം നമ്മെ തന്നെ ക്രമീകരിച്ചാൽ, ശരിപ്പെടുത്തിയാൽ നാം മുഖേന നമ്മുടെ കുടുംബം നന്നാവും. നമ്മുടെ കുടുംബം മുഖേന നമ്മുടെ സമൂഹം നന്നാകും. നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം, ലോകം മുഴുവനും നന്നാകും. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയാകുവാൻ സമയം തക്കത്തിന് ഉപയോഗിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.